മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം. ബൈബിൾ ക്വിസ്. ഭാഗം 1. വിദ്വാൻമാരുടെ സന്ദർശനം. 1. യേശു എവിടെയാണ് ജനിച്ചത്? ബെത്ലഹേമിൽ. 2. ഏത് രാജാവിന്റെ കാലത്താണ് യേശു ജനിച്ചത്? ഹെരോദാവു രാജാവ്. 3. കിഴക്കുനിന്നും വിദ്വാൻമാർ എവിടേക്കാണ് വന്നത്? യെരൂശലേമിലേക്ക്. 4. യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ എവിടെ എന്ന് വിദ്വാൻമാർ ചോദിക്കാൻ കാരണമെന്ത്? അവന്റെ നക്ഷത്രം കിഴക്കു കണ്ടതുകൊണ്ട്. 5. വിദ്വാൻമാരുടെ വാക്കുകൾ കേട്ട് ഹെരോദാവ് രാജാവിനോടൊപ്പം പരിഭ്രമിച്ചവർ ആരെല്ലാം? യെരൂശലേം നഗരം മുഴുവനും. 6. ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നത് എന്ന് ഹെരോദാവ് ആരോടാണ് ചോദിച്ചത്? പ്രധാന പുരോഹിതന്മാരോടും ശാസ്ത്രിമാരോടും. 7. പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതനുസരിച്ച് യഹൂദദേശത്തിലെ ഏത് പട്ടണമാണ് ഒട്ടും ചെറുതല്ലാത്തത്? ബെത്ലഹേം. 8. തന്റെ ജനമായ ഇസ്രായേലിനെ മേയ്ക്കുന്ന പ്രഭു ഉദിച്ചു വരുന്നത് എവിടെ നിന്നാണ്? ബെത്ലഹേമിൽ നിന്ന്. 9. വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ചു നക്ഷത്രം പ്രത്യക്ഷമായ സമയം ചോദിച്ചറിഞ്ഞത് ആര്? ഹെരോദാവു രാജാവ്. 10. ശിശുവിനെ കണ്ടുപിടിച്ച ശേഷം തന്നെ അറിയിക്കാൻ ഹെരോദാവ് വിദ്വാൻമാരോട് ആവശ്യപ്പെട്ടത് എന്തിനായിരുന്നു? തനിക്കും ചെന്ന് അവനെ നമസ്കരിക്കാൻ എന്ന വ്യാജേന. 11. വിദ്വാൻമാർ യാത്ര തിരിച്ചപ്പോൾ അവർക്ക് വഴികാട്ടിയായി മുന്നിൽ പോയതെന്ത്? കിഴക്കു കണ്ട നക്ഷത്രം. 12. നക്ഷത്രം എവിടെയാണ് വന്നു നിന്നത്? ശിശു ഇരുന്ന സ്ഥലത്തിനു മീതെ. 13. വിദ്വാൻമാർ നക്ഷത്രത്തെ കണ്ടപ്പോൾ ഉണ്ടായ പ്രതികരണം എന്തായിരുന്നു? അവർ അത്യന്തം സന്തോഷിച്ചു. 14. വിദ്വാൻമാർ വീട്ടിൽ ചെന്നപ്പോൾ ശിശുവിനെ ആരുടെ കൂടെയാണ് കണ്ടത്? മാതാവായ മറിയയോടൊപ്പം. 15. വിദ്വാൻമാർ കാഴ്ചവെച്ച 3 പ്രധാന വസ്തുക്കൾ എന്തെല്ലാം? പൊന്ന്, കുന്തിരിക്കം, മീറ. 16. ഹെരോദാവിന്റെ അടുക്കൽ മടങ്ങിപ്പോകരുതെന്ന് വിദ്വാൻമാർക്ക് എവിടെ വെച്ചാണ് മുന്നറിയിപ്പ് ലഭിച്ചത്? സ്വപ്നത്തിൽ. ഭാഗം 2. മിസ്രയീമിലേക്കുള്ള പലായനം. 17. വിദ്വാൻമാർ പോയ ശേഷം യോസേഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടതാര്? കർത്താവിന്റെ ദൂതൻ. 18. ഹെരോദാവ് ശിശുവിനെ എന്തു ചെയ്യാൻ പോകുന്നു എന്നാണ് ദൂതൻ മുന്നറിയിപ്പ് നൽകിയത്? അന്വേഷിച്ചു കൊല്ലുവാൻ. 19. ശിശുവിനെയും കൊണ്ട് എവിടേക്ക് രക്ഷപ്പെടാനാണ് ദൂതൻ കൽപ്പിച്ചത്? മിസ്രയീമിലേക്ക്, ഈജിപ്ത്. 20. യോസേഫ് എപ്പോഴാണ് മിസ്രയീമിലേക്ക് യാത്ര തിരിച്ചത്? രാത്രിയിൽ തന്നെ. 21. മിസ്രയീമിൽ നിന്ന് ഞാൻ എന്റെ മകനെ വിളിച്ചു വരുത്തി. ഇത് ആര് മുഖാന്തരം അരുളി ചെയ്തതാണ്? പ്രവാചകൻ മുഖാന്തരം. 22. വിദ്വാൻമാർ തന്നെ പരിഹസിച്ചു എന്ന് കണ്ടപ്പോൾ ഹെരോദാവിനുണ്ടായ വികാരമെന്ത്? അവൻ കഠിനമായി കോപിച്ചു. 23. വിദ്വാൻമാരിൽ നിന്ന് മനസ്സിലാക്കിയ സമയമനുസരിച്ച് ഹെരോദാവ് എന്ത് ക്രൂരതയാണ് ചെയ്തത്? ബേത്ലഹേമിലും പരിസരത്തുമുള്ള 2 വയസ്സും താഴെയുമുള്ള എല്ലാ ആൺകുട്ടികളെയും കൊന്നുകളഞ്ഞു. 24. രാമയിൽ കേട്ട കരച്ചിലിനെയും വിലാപത്തെയും കുറിച്ച് പ്രവചിച്ച പ്രവാചകൻ ആര്? യിരെമ്യാ പ്രവാചകൻ. 25. തന്റെ മക്കളെ ചൊല്ലി കരയുകയും അവർ ഇല്ലാത്തതുകൊണ്ട് ആശ്വാസം ലഭിക്കാതിരിക്കുകയും ചെയ്തത് ആര്? റാഹേൽ. ഭാഗം 3. നസറത്തിലേക്കുള്ള മടക്കം. 26. ഹെരോദാവ് മരിച്ച ശേഷം യോസേഫിന് മിസ്രയീമിൽ വെച്ച് ആര് പ്രത്യക്ഷപ്പെട്ടു? കർത്താവിന്റെ ദൂതൻ. 27. ഇസ്രായേൽ ദേശത്തേക്ക് തിരികെ പോകാൻ കാരണമായി ദൂതൻ പറഞ്ഞത് എന്ത്? ശിശുവിന്റെ പ്രാണനെ തിരഞ്ഞവർ മരിച്ചുപോയി. 28. യഹൂദയിൽ ഹെരോദാവിനു പകരം രാജാവായതാരായിരുന്നു? അർക്കലാവോസ്. 29. ഭയം കാരണം യഹൂദയിലേക്ക് പോകാതെ യോസേഫ് ഏതു പ്രദേശത്തേക്കാണ് പിന്തിരിഞ്ഞു പോയത്? ഗലീല പ്രദേശത്തേക്ക്. 30. യേശു ഏതു പട്ടണത്തിലാണ് താമസമാക്കിയത്? നസറത്ത്. 31. യേശുവിനെ നസറായൻ എന്ന് വിളിക്കപ്പെടും എന്ന് അരുളി ചെയ്തത് ആരാണ്? പ്രവാചകന്മാർ.